കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അംഗൻവാടി പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് രാവിലെ എണീറ്റിട്ടുണ്ടേ. ഏകദേശം ഒരു 5 മണി 6 മണി ആ ഒരു ടൈം ആയപ്പോൾ തന്നെ ഇന്ന് എണീറ്റു കേട്ടോ. കാരണം ഇന്നലെ നേരത്തെയാണ് കിടന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അംഗനവാടി ചെന്ന് കഴിയുമ്പോൾ ഉറങ്ങത്തില്ല കേട്ടോ. എല്ലാ പിള്ളേരും ഉറങ്ങിയാലും ഇവൾ മാത്രം ഉറങ്ങത്തില്ല കേട്ടോ. അതിലൂടെ കളിച്ച് നടക്കും. അല്ലെങ്കിൽ ടീച്ചർ എഴുതാനൊക്കെ കൊടുത്താൽ അതിലെന്തെങ്കിലും കളർ അടിച്ചുകൊണ്ടോ അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മണി 3:15 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വരുവാണേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും കളിയൊക്കെ ആയിട്ട് നടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറങ്ങുകയില്ല. പിന്നെ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കിടന്നാൽ വെളുപ്പിനെ ഒരു 6 മണി 7 മണി ആ ടൈം ആകുമ്പോൾ എണീക്കും കേട്ടോ. ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. എണീറ്റിട്ട് ഇതാ പതിവ് കൂട്ടുകാരൻ്റെ കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. ഈ കൃഷ്ണ വിഗ്രഹം മേശയെ വെക്കാനായിട്ടേ സമ്മതിക്കത്തില്ല കേട്ടോ. അഥവാ ഞാൻ കയറ്റി വെച്ചാലും അവൾ തന്നെ അത് കസേരയിട്ട് കയറി എടുത്ത് അതെടുത്ത് കളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വെച്ച് ഭയങ്കര കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം പല്ല് തേക്കണം, കുളിപ്പിക്കണം, അങ്ങനെ ഫുഡ് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് റെഡിയാക്കി വിടാനായിട്ട് കേട്ടോ. രാവിലെ അംഗൻവാടിയിൽ കാപ്പിയൊക്കെ ഉണ്ട്. അവർക്ക് കുറുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും 10 മണിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിശപ്പൊക്കെ മാറുവേ. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടുന്ന് കൊടുത്തു വിടുമ്പോൾ എനിക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ, കഴിച്ചിട്ടാണല്ലോ പോയെന്നൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരിത്തിരി എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കുന്ന കൊടുക്കും കേട്ടോ. ഇനി ഇല്ലെങ്കിൽ ചോറായിട്ട് കൊടുക്കുവേ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെങ്കിൽ എനിക്കൊരു സമാധാനമാണ്, കുറച്ചെങ്കിലും കഴിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ റെഡിയായി കേട്ടോ. പുറത്തിറങ്ങി നിൽക്കുകയാണ്. നമ്മുടെ താഴെയാണ് കേട്ടോ തുമ്പിയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ തുമ്പി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, രാവിലെ മഴയായിരുന്നു. അപ്പോൾ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു സ്വെറ്റർ പോലത്തെ ബനിയനാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വലിയ ചൂടും ഇല്ല, എന്നാൽ ഓവർ തണുപ്പും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ തലയാണെങ്കിലും ഇങ്ങനെ തൊപ്പി വെച്ച് കവർ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവർ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴിയിൽ നിന്ന് അപ്പുറത്തേക്ക് കയറി വരാം. ഇതിലെ കൂടെ ഇടവഴിയാണ് കേട്ടോ. ഇതിലേ വേണമെങ്കിൽ നമുക്ക് ടൗണിലേക്ക് പോകാവേ. പിന്നെ നമുക്ക് അംഗൻവാടി അത്ര വരെ പോകാനില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കഴുകിയിട്ട തുണിയൊക്കെയാണ് കേട്ടോ. മഴയായതുകൊണ്ട് ഷെഡിലാണ് വിരിച്ചിട്ടേക്കുന്നത്. ആസ്പെറ്റോസയിലാണ് കേട്ടോ ഞാൻ തുണി വിരിക്കാനായിട്ട് ഇടുന്നത്. നല്ല വെയിൽ വന്നാൽ പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ ഒരു മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ നനഞ്ഞും പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കി നിന്ന് വേണം തുണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നടക്കുവാണ്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അംഗൻവാടിയിലേക്ക് നടക്കാനേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്ഥിരം ഇങ്ങനെ വീട്ടിലിരുന്ന് മുഷി ചെയ്യുന്നത് കൊണ്ട് ഇവർക്കും പോകാനൊരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അംഗൻവാടിയിൽ പിള്ളേരുണ്ട് കേട്ടോ. ഡെയിലി ഒരു 6-7 പിള്ളേരെങ്കിലും ഉണ്ടാവുമേ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ മുഷിച്ചിലൊന്നുമില്ല. അവിടെ അകത്ത് തന്നെയാണ്, പുറത്തിറങ്ങാൻ കളിക്കാനൊന്നും ഇടയില്ല കേട്ടോ. എന്നാലും ഈ പറഞ്ഞ പോലെ അകത്ത് ഒരു റൂം തന്നെ ഇവർക്ക് കളിക്കാനായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളും വണ്ടിയും പിന്നെ കുതിരയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കയറിയിരുന്ന് ആടുന്ന കുതിരയും അങ്ങനെയുള്ള ടൈപ്പ് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരും ഉള്ളതുകൊണ്ട് അവർക്ക് ബോറിംഗ് അല്ല കേട്ടോ. അപ്പോൾ അത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയതുകൊണ്ട് പൊക്കോളുവേ. പിന്നെ ഞാൻ അവിടെ കൊണ്ട് ചെന്ന് വിട്ട് കഴിഞ്ഞ് തിരിച്ച് പോരാൻ നേരം ഒരു ചിണുക്കമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് മാറി കുറച്ച് നേരം ഇപ്പുറത്തെ സൈഡിലായിട്ട് ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് മാറി നിൽക്കും കേട്ടോ. കരച്ചിലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ഞാൻ തിരിച്ച് പോകുന്നത്. പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ല, അധിക സമയമൊന്നും കരയത്തൊന്നുമില്ല. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ടീച്ചർ ഫോട്ടോ ഇട്ട് തരും കേട്ടോ. കളിച്ചുകൊണ്ടിരിക്കുന്നതും എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ അതിൻ്റെയൊക്കെ ഫോട്ടോ ഇടും. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകും. പോന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ആൾ ഓക്കെ ആണെന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. നമ്മൾ അംഗൻവാടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുപ്പിയൊക്കെ കൊടുത്തു. ബാഗൊക്കെ തോളയിട്ടുകൊണ്ട് ബാഗ് എൻ്റെ കയ്യിൽ തരത്തേയില്ല, എപ്പോഴും തോളയിലിടണം കേട്ടോ. തിരിച്ച് വരുമ്പോഴാണേലും അതെ, അങ്ങോട്ട് പോകുമ്പോഴാണേലും അവൾക്ക് നിർബന്ധമാണ്, അവളുടെ കയ്യിൽ തന്നെ ബാഗ് വേണം. പിന്നെ ചില ദിവസം കുപ്പിയാണേലും വാട്ടർ ബോട്ടിലുണ്ടല്ലോ അതാണേലും കഴുത്തിലിട്ടുകൊണ്ട് നടക്കുവേ. അപ്പം ഞാനിന്ന് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ട്. പിന്നെ ആയ ടീച്ചർ വന്നേ, കുറച്ച് കരച്ചിലായിരുന്നു കേട്ടോ. എന്നാലും ടീച്ചർ എടുത്തു. എന്നിട്ട് ടീച്ചർ പിന്നെ നമുക്കെന്തോ പാൽ വാങ്ങിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സെറ്റാക്കി ഇരുത്തി കേട്ടോ. ആ സമയം ഞാൻ പുറത്തിറങ്ങി നിന്ന് അവിടെ ഇരുന്നൊക്കെ നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല. എന്നാലും കുറച്ച് സമയം ചിണുങ്ങിയേ. പിന്നെ എന്നാ പറയുന്നത്, കരച്ചിലൊക്കെ ഒന്ന് മാറി, അവിടെ വർത്തമാനം പറച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് കേൾക്കാമല്ലോ സംസാരിക്കുന്നതൊക്കെ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിൽ തന്നെ വേറൊരു കുട്ടി കയറി വന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയം തന്നെ ആ കൊച്ചിനെ കൊണ്ടുവന്നതേ ഉള്ളൂ. അത് ഭയങ്കര കരച്ചിലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇവളുടെ കരച്ചിൽ പതിയെ അങ്ങ് നിർത്തി. അന്നേച്ച് പിന്നെ ആ കൊച്ചു കരയാൻ തുടങ്ങിയതുകൊണ്ട് ഇവൾ പിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് പോകും കേട്ടോ.
അതങ്ങനെ സെറ്റായി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ അംഗനവാടി. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ചെറിയ ഈ ഓരോ പൗച്ച് പോലെ വെച്ചിരിക്കുന്ന ആനിമൽസിൻ്റെ ഷേപ്പിലൊക്കെ, അപ്പോൾ അത് ഇവരുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന പൗച്ചാണ് കേട്ടോ. ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കും. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ എടുത്ത് നോക്കാം കേട്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ. പിന്നെ ഓരോ വർക്കൊക്കെ ചെയ്യിക്കുന്ന ഈ സൈഡിൽ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരെ കൊണ്ടൊക്കെ. അപ്പോൾ ഇതാണ് അവർ കളിക്കുന്ന ഒരു റൂമേ. അപ്പോൾ ഇതിനകത്ത് ഇവർ കളിക്കുന്നതും പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നതൊക്കെ ഈ റൂമിനകത്ത്. ബെഡൊക്കെ ഉണ്ട് കേട്ടോ. ബെഡൊക്കെ ഇട്ടിട്ട് പിള്ളേർക്ക് എല്ലാവർക്കും പുതപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉറങ്ങാൻ തുടങ്ങിയില്ലല്ലോ, കിടന്നുറങ്ങാൻ തുടങ്ങി കഴിയുമ്പോൾ പുതപ്പ് ഒരെണ്ണം കൊടുത്തു വിടാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇതുവരെ കിടന്നുറങ്ങിയിട്ടില്ല അംഗനവാടിയിൽ. അപ്പം പതിവ് ഉറങ്ങുവാണെങ്കിൽ അന്നേരത്തേക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഓർത്താട്ടോ ഇരിക്കുന്നത്. ചെറിയൊരു പുതപ്പുണ്ട് ഇവർക്ക്, പക്ഷേ പുതിയ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഉറങ്ങുവാണെങ്കിൽ. പിന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞാനും ശാലും കൂടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ല, രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുവേ. കൂട്ടാനും ഇനിയിപ്പോൾ ഒരു 3:15 ആകുമ്പോഴത്തേക്ക് നമുക്ക് പോകണം. 3:30 വരെ ഇരിക്കണമെന്ന് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഇൻസ്പെക്ഷനൊക്കെ ആൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. തുണി അലക്കാനുണ്ട്, പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ പരിപാടി പെട്ടെന്ന് കാപ്പിയും ചോറും ഒക്കെ റെഡിയാക്കി ഏട്ടനെ പറഞ്ഞു വിട്ടു. ഞാനും കുഞ്ഞും കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.